മുള്ളുകൾക്ക് വേണ്ടിയും നന്ദി പറയുക. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെ. ചിന്തയ്ക്കായിട്ട് 31-ാം വാക്യം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ജോർജ് മാത്തിസൺ എന്ന സ്കോട്ട്ലൻഡുകാരനായ ഒരു സുപ്രസിദ്ധ ക്രൈസ്തവ മതപ്രസംഗകനുണ്ടായിരുന്നു. അന്ധനായ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ മുള്ളിനു വേണ്ടി ഞാൻ ഒരിക്കലും നന്ദി പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ എൻ്റെ ജീവിതത്തിലെ പനിനീർ പൂക്കൾക്ക് വേണ്ടി 1000 തവണയല്ല ഞാൻ സ്തോത്രം ചെയ്തിട്ടുള്ളത്. എൻ്റെ കുരിശിനുള്ള പ്രതിഫലം ലഭിക്കുന്നതായ ഒരു ലോകത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കുരിശ് ഇപ്പോൾ തന്നെ ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കുരിശിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചാലും എനിക്കുള്ള മുള്ളിൻ്റെ വിലയും മനസ്സിലാക്കി തരണമേ. വേദനയുടെ പാതയിൽ കൂടി ഞാൻ അവിടുത്തെ അടുക്കലേക്ക് കയറി വന്നിരിക്കുന്നു എന്നും എൻ്റെ കണ്ണീർ മഴവില്ലുകൾ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നുമുള്ള യാഥാർത്ഥ്യം എനിക്ക് കാണിച്ചു തരണമേ. ആയുഷ്കാലം മുഴുവൻ അന്ധനായി കഴിഞ്ഞ മാത്യൂസിനെ പോലെ ജീവിതത്തിലെ 1000 വരദാനങ്ങളാകുന്ന റോസാപ്പൂക്കൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്നവരായിരിക്കാം നമ്മളെല്ലാവരും. എന്നാൽ പനിനീർ പൂവിന് വേണ്ടി നന്ദി പറയുമ്പോൾ പനിനീർ ചെടിയിലെ മുള്ളുകൾക്ക് വേണ്ടി നന്ദി പറയുവാൻ നമുക്ക് കഴിയുന്നില്ല. മാനുഷികമായ ഒരു ദൗർബല്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജീവിതമാകുന്ന പനിനീർ ചെടിയിൽ സൗരഭ്യമുള്ള പൂക്കൾ മാത്രമല്ല, നമ്മെ വേദനിപ്പിക്കുന്ന മുള്ളുകളും ഉണ്ടായിരിക്കും. പക്ഷേ മുള്ളിനു വേണ്ടി നന്ദി പറയാൻ നമുക്ക് കഴിയുന്നില്ല. ജോർജ് മാത്തിസൺ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന മുള്ളിൻ്റെ മാഹാത്മ്യവും വിലയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. മുള്ളിൻ്റെ മാഹാത്മ്യവും വിലയും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ തനിക്ക് സ്തോത്രം അർപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ മുള്ളിൻ്റെ വിലയും മാഹാത്മ്യവും മനസ്സിലാക്കുന്നതിന് ദൈവസന്നിധിയിൽ ചെല്ലുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ കണ്ണീരിൽ മഴവില്ലുകൾ വിരിയുന്നതും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം കൂടെ നാം ഓർക്കേണ്ടതുണ്ട്. കഷ്ടതകളും വേദനകളുമാകുന്ന കുരിശ് വഹിക്കാനുള്ള ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം മിക്ക ആളുകളും. എന്നാൽ നിരവധി വരദാനങ്ങളും നന്മകളും നമുക്ക് നൽകപ്പെടുമ്പോൾ അവ വഹിക്കാനുള്ള ശക്തി തരണേ എന്ന് നാം പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല. സമ്പത്ത്, വിദ്യാഭ്യാസം, കീർത്തി തുടങ്ങിയ എല്ലാ ഐശ്വര്യങ്ങളും സിദ്ധിക്കുമ്പോൾ അവ വഹിക്കുവാനുള്ള ശക്തിയില്ലെങ്കിൽ അവ കുരിശുകളായി പരിണമിക്കുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കഷ്ടതകളും വേദനകളും വഹിക്കുവാനുള്ള ശക്തി പോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളെ നാം സങ്കല്പിക്കുന്ന നൽവരങ്ങളും സിദ്ധികളും വഹിക്കാനുള്ള ശക്തിയും നമുക്ക് അത്യാവശ്യമാണ്. ജീവിതത്തിലെ പൂക്കളും മുള്ളുകളും ദൈവാനുഗ്രഹങ്ങളെന്ന് അവ വഹിക്കാനുള്ള ശക്തി നമുക്ക് ആവശ്യമാണെന്ന് ഓർമ്മിക്കുക. ഓർക്കണമേ, രാത്രി നക്ഷത്രങ്ങളെ വെളിപ്പെടുത്തുന്നു, ക്ലേശം സത്യങ്ങളെ. മത്തായി എഴുതിയ സുവിശേഷം 16:24. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.